നമസ്കാരം. ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന ഒരു ദിനരാത്രത്തിന് ശേഷമുള്ള ഒരു വാർത്താ പ്രഭാതമാണിന്ന്. വരും മണിക്കൂറുകളിലും നിരവധി വാർത്തകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഈ അവസരത്തിൽ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഉദയം ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടു. പ്രവചനങ്ങൾ കാറ്റിൽ പറത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാനാകാതെ BJP. ഉത്തർപ്രദേശിലും വൻ തിരിച്ചടി. തിളങ്ങി ഇന്ത്യ മുന്നണി, നേടിയത് 232 സീറ്റുകൾ. NDA മൂന്നാം സർക്കാർ രൂപീകരിക്കുമെന്ന് നരേന്ദ്രമോദി. ഇത് ജനാധിപത്യത്തിന്റെ വിജയം. വോട്ടർമാർ NDAയിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് തകർന്നെന്നും മോദി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാജ്യത്തിന്റെ ഭരണഘടനയെന്ന് രാഹുൽ ഗാന്ധി. ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനുള്ള ആദ്യപടി വിജയിച്ചു. ഭരണഘടന സംരക്ഷിക്കുവാൻ വോട്ട് ചെയ്ത് ഇന്ത്യയിലെ പട്ടിണിപ്പാവങ്ങളെന്നും രാഹുൽ. കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന്. യോഗശേഷം 17ാം ലോക്സഭ പിരിച്ചുവിട്ടേക്കും. വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ വിരുന്ന്. നിർണായക NDA യോഗം ഇന്ന് ഡൽഹിയിൽ. നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും പങ്കെടുക്കും. നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രപതിയെ കണ്ടേക്കും. ഇന്ത്യ മുന്നണിയുടെയും നിർണായക യോഗം ഇന്ന്. ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ സഖ്യകക്ഷി നേതാക്കളെല്ലാം പങ്കെടുത്തേക്കും. ഭാവി നടപടികളടക്കം ചർച്ചയാകും. കേവല ഭൂരിപക്ഷം നേടാനായില്ലെങ്കിലും സർക്കാർ രൂപീകരണത്തിന് ശ്രമം തുടർന്ന ഇന്ത്യ മുന്നണി. തെലുങ്കുദേശം പാർട്ടിയുമായും ജനതാദൾ യുണൈറ്റഡുമായും ചർച്ചകൾ നടന്നതായി സൂചന. ഇരു പാർട്ടികളും പിന്തുണച്ചാൽ ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കാൻ സാധ്യത. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF തരംഗം. 18 മണ്ഡലങ്ങളിൽ വിജയം. 9 മണ്ഡലങ്ങളിലും ലീഡ് ലക്ഷത്തിന് മുകളിൽ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 3.5 ലക്ഷം. ആലത്തൂരിലെ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു. ആലപ്പുഴ തിരിച്ചുപിടിച്ച KC വേണുഗോപാൽ. സംസ്ഥാനത്ത് ഒരു സീറ്റിലൊതുങ്ങി LDF. ആലത്തൂർ പിടിച്ച് K രാധാകൃഷ്ണൻ. വിജയം 20,111 വോട്ടുകൾക്ക്. വടകരയിൽ KK ശൈലജയ്ക്ക് തോൽവി. AM ആരിഫിനെ കൈവിട്ട് ആലപ്പുഴ. തൃശൂർ എടുത്ത് സുരേഷ് ഗോപി. ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് BJPക്ക് ലോക്സഭാ അംഗത്വം. വിജയം 74,686 വോട്ടുകൾക്ക്. തൃശൂരിനെ നെറ്റിപ്പട്ടം കെട്ടി തിടമ്പേറ്റി കൊണ്ടു നടക്കും. യഥാർത്ഥ മതേതര പ്രജാ ദൈവങ്ങളെ വണങ്ങുന്നുവെന്നും സുരേഷ് ഗോപി. പ്രജാദൈവങ്ങളെ വണങ്ങ്. സുരേഷ് ഗോപിയുടെ ജയം കേരളത്തിലെ പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമെന്ന് നരേന്ദ്രമോദി. പീഡനങ്ങൾക്കിടയിലും പാർട്ടികൾക്ക് വേണ്ടി പോരാടി. ഒരുപാട് പ്രവർത്തകരുടെ ജീവൻ നൽകിയാണ് അക്കൗണ്ട് തുറന്നതെന്നും മോദി. സുരേഷ് ഗോപി ഇന്ന് തൃശൂരിലെത്തും. നെടുമ്പാശ്ശേരിയിൽ നിന്ന് തൃശൂരിലെത്തുക കാർ റാലിയുടെ അകമ്പടിയോടെ. മണികണ്ഠനാൽ മുതൽ സ്വരാജ് റൗണ്ട് വരെ റോഡ് ഷോയിലും പങ്കെടുക്കും. 7 നിയമസഭാ മണ്ഡലങ്ങളിലും റോഡ് ഷോ നടത്തും. ആന്ധ്രാപ്രദേശിൽ തെലുങ്കുദേശം പാർട്ടി അധികാരത്തിലേക്ക്. TDPക്ക് 136 MLA മാർ. മുഖ്യമന്ത്രിയാകാൻ ചന്ദ്രബാബു നായിഡു. TDP നിയമസഭയിലേക്ക് മത്സരിച്ചത് BJP, ജനസേന എന്നിവരുമായി സഖ്യമുണ്ടാക്കി. YSRCPക്ക് വൻ തിരിച്ചടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും TDPക്ക് വൻ മുന്നേറ്റം. ഒഡീഷയിൽ BJP അധികാരത്തിലേക്ക്. BJP അധികാരത്തിലെത്തുന്നത് BJD അട്ടിമറിച്ചുകൊണ്ട്. നവീൻ പട്നായിക്ക് സ്ഥാനമൊഴിയുന്നത് 24 വർഷത്തെ മുഖ്യമന്ത്രി പദത്തിന് ശേഷം. അധികാരത്തിലെത്താൻ കോൺഗ്രസിന്റെയും സ്വതന്ത്രന്മാരുടെയും പിന്തുണ തേടാനൊരുങ്ങി BJD.
ആറ്റിങ്ങലിൽ റീകൗണ്ടിംഗിൽ അടൂർ പ്രകാശിന് ജയം. വി ജോയിയെ തോൽപ്പിച്ചത് 684 വോട്ടുകൾക്ക്. റീകൗണ്ടിംഗ് വി ജോയ് 1000-ലേറെ വോട്ടുകൾക്ക് വിജയിച്ചതിന് പിന്നാലെ. ആറ്റിങ്ങലിൽ നിയമ നടപടിക്കൊരുങ്ങി CPM. തപാൽ വോട്ടുകൾ അസാധുവാക്കിയതിൽ കോടതിയെ സമീപിച്ചേക്കും. സീരിയൽ നമ്പർ രേഖപ്പെടുത്താതെ ഗസറ്റഡ് ഓഫീസർമാരും ഒപ്പിടാത്തതും വോട്ടർമാരുടെ വീഴ്ചയല്ല. ഇത്തരം വോട്ടുകൾ അസാധുവെന്ന് പ്രഖ്യാപിക്കരുതെന്നും CPM. തൃശൂരിലെ പരാജയത്തിൽ നീരസപ്പെട്ട കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ല. പൊതുരംഗത്തു നിന്നും വിട്ടുനിൽക്കും. തോൽവിയുടെ കാരണം പാർട്ടി പരിശോധിക്കണം. മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിനെത്തിയില്ലെന്ന് പരാതി. പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലായിരുന്നുവെന്നും മുരളീധരൻ. വടകരയിലെയും ആലത്തൂരിലെയും ജയത്തോടെ 2 അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. ഇരുമണ്ഡലങ്ങളിലും 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടക്കും. പാലക്കാട് മണ്ഡലം കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകും. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത. റായ്ബറേലിയിൽ ജയിച്ചതോടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് രാജിവെച്ചേക്കും. കൊല്ലം കടയ്ക്കലിൽ CPM കോൺഗ്രസ് സംഘർഷത്തിലേക്ക് നയിച്ചത് തെരഞ്ഞെടുപ്പ് ജയവുമായി ബന്ധപ്പെട്ട തർക്കം. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകന് മർദ്ദനം. CPM പ്രവർത്തകർ സ്റ്റേഷനുള്ളിൽ കയറി മർദ്ദിച്ചെന്ന കോൺഗ്രസ് ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. കോഴിക്കോട് കുന്നമംഗലത്ത് UDF പോലീസ് സംഘർഷം. UDF പ്രവർത്തകൻ മുഹമ്മദ് റാഫി അറസ്റ്റിൽ. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനാണ് അറസ്റ്റ്. സംഭവം MK രാഘവന്റെ പ്രകടനത്തിനിടെ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാർക്ക് പരിക്ക്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നമ്മൾ പുനഃസ്ഥാപനത്തിന്റെ തലമുറ എന്ന മുദ്രാവാക്യം. സൗദി അറേബ്യ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയരാകും. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ വർഷകാല സമ്മേളനം തുടരുന്നു. സഭയും സമൂഹവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ ചർച്ച ചെയ്യും. മദ്യനയവും ചർച്ചയാകുമെന്ന് സൂചന. UK-യിൽ പൊതുതെരഞ്ഞെടുപ്പ് ആവേശം ഉച്ചസ്ഥായിൽ. ആദ്യ പരസ്യ വാഗ്വാദത്തിൽ മുൻതൂക്കം നേടി ഋഷഭ് സുനക്. കുടിയേറ്റത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്ന വാഗ്ദാനം. കെയർ സ്റ്റാർമറുമായുള്ള ഡിബേറ്റിൽ ആരോഗ്യ പദ്ധതി, ജീവിത ചെലവും ചർച്ചയായി. മെക്സിക്കൻ അതിർത്തിയിലൂടെയുള്ള അഭയാർത്ഥി പ്രവേശനം നിരോധിച്ച ബൈഡൻ സർക്കാർ. പുതിയ നീക്കം നുഴഞ്ഞുകയറ്റം തടയാൻ ലക്ഷ്യമിട്ടുകൊണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നിരോധനം. നിയന്ത്രണം ജനവികാരം ബൈഡന് അനുകൂലമാകുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ. കാർലോസ് അൽക്കാരാസ് ഫ്രഞ്ച് ഓപ്പൺ സെമി ഫൈനലിൽ. സ്റ്റെഫാനോ സിറ്റ്സ്പാറ്റ്സിനെ 3 സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി. ടൂർണമെന്റിൽ നിന്ന് ജോക്കോവിച്ച് പിന്മാറി. കാസ്പർ റൂഡിന് സെമി ഫൈനലിലേക്ക് വാക്ക് ഓവർ. അലക്സാണ്ടർ സ്വരേവ്, അലക്സ് ഡി മിനോർ ക്വാർട്ടർ പോരാട്ടം രാത്രി.